ആരോടാ സംസാരിച്ചു? ഫ്രണ്ടിനോട്. ഫ്രണ്ടാ? ഫ്രണ്ട്. മോനെ, നീ നമ്മള് വിചാരിച്ച ആളല്ലല്ലോ. ചേച്ചിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തിനാ മനസ്സിലായെന്ന്? എല്ലാം മനസ്സിലാവുന്നുണ്ട്. എണീറ്റ് പോനെ, എവിടെ എണീറ്റ് പോവാൻ? അങ്ങോട്ടോ പോയി. സൗകര്യമില്ലെങ്കിലോ? എന്തോന്ന് മൈ, ഞാൻ ഇങ്ങോട്ട് യാദൃശികമായി വന്നപ്പോഴേ ഇവൻ മെർലിനോട് സൊല്ലുന്നു. എന്തോന്നാടാ പറഞ്ഞോണ്ടെന്ന്? എന്തോന്ന് പറഞ്ഞോണ്ടെന്ന്? എന്റെ അമ്മ ഇത് ചുമ്മാ പറയണെന്ന്. യാദൃശികമായി വന്ന് താത്ത കള്ളത്തരം. ഞാൻ ഇവിടെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ചേച്ചി കേൾക്കാൻ ഒരു വഴിയില്ല. അത്രയും പതുക്കാണല്ലോ പറഞ്ഞു. അതെ, അത്രയും പതുക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി അവൻ പറഞ്ഞെന്നുള്ളത്. സത്യം പറ, ആരോട് സംസാരിച്ചേ? അച്ഛേ, എന്താ സംസാരിച്ചേ? ഞാൻ നിന്നെ പറ്റി ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലടാ. ഞാൻ പ്രതീക്ഷിച്ചതാ. പറയടാ. അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അടിച്ചു പഠിച്ചിരിക്കും. നീ അമ്മയുടെ അടുത്തെന്താ പറഞ്ഞേ? അമ്മായി, നമ്മള് ഫ്രണ്ട്സ് ആയിട്ടാണല്ലോ. അമ്മായി അങ്ങനല്ലല്ലോ. നീ വിഷയമൊന്നും മാറ്റണ്ട. നീ കാര്യം തോന്നുറ. കാര്യമൊന്നുമില്ല. ഞാനിങ്ങനെ മെർലിനായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ അതായത് അവിടെ മെർലിനായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്നു. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇങ്ങ് വന്ന് പിന്നെ മെർലിനെ കണ്ടില്ല. അപ്പോൾ ആ കാര്യം മെർലിൻ്റെ അടുത്ത് വിളിച്ച് പറയായിരുന്നു. അമ്മ എന്താ പറഞ്ഞ? കേട്ടില്ല? ഇല്ല, മനസ്സിലായില്ലല്ലോ. ഞാൻ ചീനുവിനെ കണ്ട കാര്യം പറയും. അമ്മ, അമ്മയുടെ മോനുണ്ടല്ലോ, കൈവിട്ടു പോയി. കൈവിട്ടു പോയി. അങ്ങനൊന്നും ഇല്ലമ്മ, ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. എന്താടാ എന്തോന്ന് കുഴപ്പം? ഇവന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇവനെ ആരും ശ്രദ്ധിക്കണില്ല എന്നാണ് അവന്റെ വിചാരം. ഇല്ലടാ കേശു, മണ്ടൻ കേശു. കൂടുതലും കണ്ണൻ ചമയല്ലേ? എന്ത് കുഴപ്പമെന്താടാ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്നുമില്ലെന്ന്. എന്നെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞോണ്ടല്ല. ഞാൻ ചിരിച്ചൊന്നും ഇല്ല. നിന്റെ ശരിക്കുള്ള സ്വഭാവം ഓർത്തിട്ട് അവള് ചിരിച്ചു പോയതാ. ശരിക്കുള്ള സ്വഭാവം ഓർത്തിട്ടാ? ഇപ്പൊ ചിരിക്കാൻ തോന്നിരിക്കണ ഇത്രയും. എങ്ങനെ ചിരിക്കാതിരിക്കും? എല്ലാത്തിന്റെ ചിരി ഞാൻ മാറി തരാം. കുട്ടുമാമ, നമ്മൾ കേശുവിന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോന്നു. അത് തന്നെ. നിനക്ക് എന്തോന്ന് കുഴപ്പം? എന്താണ് കുഴപ്പം? കുഴപ്പമെന്ന് പറഞ്ഞാൽ അവന് കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് നീങ്ങില്ല. നീങ്ങില്ല ഇങ്ങോട്ട്. എന്തിനാ? നീ നീങ്ങില്ല ഇങ്ങോട്ട്. എന്താണ്? എന്താ പറയേ? എന്താ എന്റെ കുഴപ്പം? ഒന്നോ രണ്ടോ കുഴപ്പമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മൊത്തത്തിൽ കുഴപ്പമാണ്. പിന്നെ ഞാൻ എങ്ങനെ പറയും കേശു? എന്നെ വിട്ടേക്ക്. ലച്ചു, മകൾ എന്താണ് ഇവന്റെ പ്രശ്നം? അത് എനിക്കെങ്ങനെ അറിയാം ഇവന്റെ പ്രശ്നം എന്താണ്? ബാമൈ, ചിരിക്കല്ലേ? നീ ചിരിക്കല്ലേ? നീ ചിരിക്കല്ലെന്ന്. ചിരിച്ചില്ലല്ലോ. നീ ഇപ്പഴും ചിരിച്ചോണ്ടല്ലേ പറയണേ? ചേട്ടാ, ചിരിക്കാതെ പറയടാ. ചിരിച്ചില്ലല്ലോ. എന്തോന്ന്? ചിരിച്ചില്ല. അല്ല, ആരും ചിരിച്ചില്ല. നീ ഇപ്പൊ ചിരിച്ചോണ്ടല്ലേ പറഞ്ഞേ? അല്ല, പറഞ്ഞില്ല. ഞാൻ വന്നിട്ട് അനങ്ങിയാ മതി. അവിടെ ഇരിക്കാൻ പറ്റുമോ? നിന്റെ അടുത്ത് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാ ഇവിടെ നിന്നാ മതി. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.